ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റാണ് കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ആയിരുന്നു ഇനി നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അതിന് മുന്നായിട്ട് നമുക്ക് അവിടെ ചെറിയൊരു പോയം തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, സോ മെനി ജോബ്സ്. എന്താണ് നമ്മുടെ പോയത്തിൻ്റെ പേര്? സോ മെനി ജോബ്സ് എന്നതാണ് അല്ലേ. എന്താണ് മക്കളെ ജോബ് എന്ന് പറഞ്ഞാൽ? ജോലികളെയാണ് അല്ലേ, തൊഴിലുകളെയാണ് ജോബ് എന്ന് പറയുന്നത്. നോക്കിക്കേ മക്കളെ, ഫാമേഴ്സ് പ്ലാൻ ആൻഡ് റീപ്പ് ദി ക്രോപ്സ്. എന്താണ് മക്കളെ പറഞ്ഞത്? ഫാർമേഴ്സ് പ്ലാൻ ആൻഡ് റീപ്പ് ദി ക്രോപ്സ് അല്ലേ. അതായത് ഫാർമേഴ്സ്, കർഷകർ അഥവാ കൃഷിക്കാർ എന്ത് ചെയ്യുന്നു മക്കളെ? വിളവുകളെല്ലാം നട്ടതിന് ശേഷം അല്ലെങ്കിൽ ചെടികളെല്ലാം നട്ട് അതിൽ നിന്ന് എന്തെടുക്കുന്നു? വിളവുകൾ എടുക്കുകയാണ് ചെയ്യുക അല്ലേ. അടുത്ത നോക്കിക്കുക മക്കളെ, സെക്കൻഡ് വൺ എന്താണ് പറഞ്ഞത്? ടൈലേഴ്സ് സ്റ്റിച്ച് ദി ക്ലോത്ത്സ് ഫോർ ടോപ്സ് അല്ലേ. ടൈലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രസ്സൊക്കെ തയ്ക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുക മക്കളെ? ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ ക്ലോത്ത്സ് ഒക്കെ എന്ത് ചെയ്യും? സ്റ്റിച്ച് ചെയ്യൂ അല്ലേ. അടുത്ത നോക്കിക്കുക മക്കളെ, ഡോക്ടേഴ്സ് ഹീൽ ദി വീക്ക് ആൻഡ് ഇൽ. ഡോക്ടേഴ്സ് എന്താണ് ചെയ്യുക? അസുഖമുള്ള ആളെയൊക്കെ പരിശോധിക്കുകയാണ് ചെയ്യുക അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഡാൻസേഴ്സ് ഡാൻസ് ഫോർ അസ് ടു ചിൽ അല്ലേ. ഡാൻസേഴ്സ് അതായത് നൃത്തം ചെയ്യുന്ന ആളുകൾ, ഡാൻസ് ചെയ്യുന്ന ആളുകൾ എന്താണ് ചെയ്യുക? നമ്മളെ രസിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യും? അവർ ഡാൻസ് കളിക്കും അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, ആർട്ടിസ്റ്റ് ഡ്രോ ആൻഡ് പെയിൻറ്റ് വിത്ത് ഫ്ലയർ. ആർട്ടിസ്റ്റ് ഇല്ലേ, ആർട്ടിസ്റ്റ് കലാകാരന്മാരൊക്കെ എന്ത് ചെയ്യും മക്കളെ? ചിത്രം വരയ്ക്കുകയും പെയിൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യൂ അല്ലേ. അടുത്ത നോക്കിക്കേ, പൈലറ്റ്സ് ഫ്ലൈ ദി പ്ലെയിൻസ് ഇൻ ദി എയർ. പൈലറ്റ്സ് അല്ലേ, പൈലറ്റ്സ് എന്താണ് ചെയ്യുക? എയറിലൂടെ എന്ത് പറത്തും? വിമാനമൊക്കെ ഓടിക്കുകയാണ് ചെയ്യുക അല്ലേ. അടുത്ത നോക്കിക്കേ, വർക്കേഴ്സ് ഡു ദർ ജോബ്സ് വിത്ത് പ്രൈഡ്. വർക്കേഴ്സ് ഡു ദ ജോബ്സ് വിത്ത് പ്രൈഡ് അല്ലേ. അതായത് ജോലിക്കാർ, മറ്റ് ജോലി ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യും? അവരവരുടെ ജോലികൾ ചെയ്യും വിത്ത് പ്രൈഡ്. പ്രൈഡ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? അഭിമാനത്തോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ ജോലികളെല്ലാം ചെയ്യും അല്ലേ. ഓൾ ആർ ഈക്വൽ ഇൻ ദ സ്ട്രെഡ് അല്ലേ. അതായത് എല്ലാവരും എന്താണ്? എല്ലാവരും ഈക്വലാണ്. ഏത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ എന്താണ്? എല്ലാവരും ഈക്വലാണ് അല്ലേ, തുല്യരാണ് അല്ലേ. ഇന്ന ജോലി എന്നതില്ല, ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അല്ലേ. ഒരു ഡോക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആയാലും ഒരു ടൈലർ ആയാലും എല്ലാം എന്താണ്? നമുക്ക് ആവശ്യമുള്ള ആളുകളല്ലേ മക്കളെ. ഫാർമർ, അപ്പോൾ ഫാർമിങ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നത് ഒരു മോശം ജോലിയാണ് എന്നൊക്കെ ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമല്ല മക്കളെ. കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ആഹാരം കിട്ടുമോ? ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് അതൊരു മോശമായിട്ടുള്ള ജോബാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അതും തെറ്റായിട്ടുള്ള കാര്യമല്ലേ. നമ്മൾ എല്ലാ ദിവസവും അല്ലേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒന്നാണ് എന്ത്? നമ്മൾ വെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളില്ലേ. അപ്പോൾ അതിനായിട്ട് ആര് വേണം? ഈ ടൈലേഴ്സ് വേണം അല്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പം ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, പൈലറ്റ്സ് ആയിക്കോട്ടെ, മറ്റ് ജോലികൾ ചെയ്യുന്ന ആരും ആയിക്കോട്ടെ, എല്ലാവർക്കും എന്താണ്? ഈക്വലാണ് അല്ലേ. എല്ലാവരും എന്താണ്? തുല്യരാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ ഒരു പോയമായിട്ട് ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ, വിച്ച് ആർ ദി ജോബ്സ് മെൻഷൻഡ് ഇൻ ദി പോയം. അതായത് നമ്മുടെ പോയത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ജോബ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് ഫാർമർ, ദെൻ ടൈലർ, ഡോക്ടർ ഉണ്ട്, ഡാൻസർ, പിന്നെ ആർട്ടിസ്റ്റ്, പൈലറ്റ്, അതുപോലെ തന്നെ ഓൾ വർക്കേഴ്സിലെ എല്ലാ ജോലിക്കാരെയും എന്ത് പറയുന്നുണ്ട്? നമ്മുടെ പോയത്തിൽ പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹാവ് യു സീൻ ദി പീപ്പിൾ ഡൂയിങ് ദീസ് ജോബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. അതായത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ആളുകൾ ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഫാർമർ ആയിക്കോട്ടെ, ടൈലർ ആയിക്കോട്ടെ, ഡാൻസർ ആയാലും പൈലറ്റ് ആയാലും അല്ലേ, അതിനൊക്കെ മക്കൾ കാണാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ പൈലറ്റ് മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, എങ്കിലും അതിലുള്ള ബാക്കി ഒരുവിധം എല്ലാ മക്കളും എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നെയിം ദി ടൂൾസ് യൂസ്ഡ് ഫോർ ദീസ് ജോബ്. അതായത് നമുക്കിപ്പോൾ അവിടെ ഒരുപാട് ജോലികൾ പറഞ്ഞിട്ടില്ലേ മക്കളെ. ആ ജോലികൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് മക്കളുടെ അടുത്ത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കറിയാം ഫാർമർ ഉണ്ട്, ടൈലർ ഉണ്ട്, ഡോക്ടർ ഉണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്, പൈലറ്റ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവരുപയോഗിക്കുന്ന ടൂൾ ഏതാണ് എന്നുള്ളതാണ് മക്കളടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, ആദ്യം നമുക്ക് തന്നത് ഫാർമറാണ് അല്ലേ. ഫാർമറുടെ ടൂൾ എന്താണ് മക്കളെ? പ്ലോ ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്? കലപ്പയാണ് അല്ലേ, നമ്മുടെ നിലമൊക്കെ ഉഴുതു മറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. അടുത്തത് ടൈലറാണ്. ടൈലർക്ക് എന്താണ്? സ്റ്റിച്ചിങ് മെഷീൻ ആണ് അല്ലേ. അടുത്തത് ഡോക്ടർ ആകുമ്പോൾ ടെലിസ്കോപ്പാണ്. ആർട്ടിസ്റ്റിന് അതുപോലെ തന്നെ ബ്രഷൊക്കെയാണ് അവരുടെ ടൂൾസ് എന്ന് പറയുന്നത്. പിന്നെ പൈലറ്റിന് എന്താണ്? എയ്റോപ്ലെയിൻ ആണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിന് ആൻസർ എഴുതാം കേട്ടോ. ഇനി അതിൽ നമുക്ക് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. റീഡ് ദി ഫോളോയിങ് ലൈൻസ്.
നോക്കിക്കേ മക്കളെ, നമ്മുടെ പോയത്തിലുള്ള ഒരു 2 ലൈന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫാർമേഴ്സ് പ്ലാൻ ആൻഡ് റീപ്പ് ദി ക്രോപ്സ്, ടൈലേഴ്സ് സ്റ്റിച്ച് ദി ക്ലോത്ത്സ് ഫോർ ടോപ്സ് അല്ലേ. നോക്കിക്കേ മക്കളെ, ഹിയർ ഈ 2 വേർഡ് ഒന്ന് മക്കൾ മൈൻഡിൽ വെക്കാട്ടോ. എന്താണ് ക്രോപ്സ് എന്നുള്ളതും ടോപ്സ് എന്നുള്ളതും. നോക്കിക്കേ, ഹിയർ ക്രോപ്സ് ആൻഡ് ടോപ്സ് ആർ റൈമിംഗ് വേർഡ്സ്, ഫൈൻഡ് ഔട്ട് ദി അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. അത് നോക്കിക്കേ മക്കളെ, ഇവിടെ മക്കൾക്ക് ക്രോപ്സ് ടോപ്സ് എന്ന് 2 വേർഡ്സ് തന്നില്ലേ. ആ വേർഡ്സിനെ മക്കൾ നോക്കിക്കുക, ഏകദേശം നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ട് ഒരുപോലെയാണ് വരുന്നത് അല്ലേ. അത്തരം വേർഡ്സിനാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? ക്രോപ്സ്, അതുപോലെ ടോപ്സ് അല്ലേ, ഏകദേശം ഒരേ ശബ്ദമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? റൈമിംഗ് വേർഡ്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പോയത്തിൽ നിന്ന് മറ്റു റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ഒന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ക്രോപ്സ് അതുപോലെ തന്നെ ടോപ്സ് പറഞ്ഞു. പിന്നെ ഇൽ അതുപോലെ തന്നെ ചില്ല് അല്ലേ, ഇല്ല് അതുപോലെ ചില്ല്, പിന്നെ ഫ്ലയർ, എയർ, പ്രൈഡ്, സ്ട്രൈഡ് അല്ലേ, ഇതൊക്കെ എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. ഓക്കെ മക്കളെ, അത് ഈസിയാണ്. നമുക്ക് ഇതുപോലെ ഒരു പോയം തന്നിട്ട് അതിന് റൈമിംഗ് വേർഡ് കണ്ടെത്താൻ പറയാനും നമുക്ക് ഈസി ആയിട്ട് അത് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നമുക്ക് ആക്ടിവിറ്റി 2 പോവാം അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്, അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് കേട്ടോ. ആക്ടിവിറ്റി 2, ഹിയർ ആർ ദി പിക്ചേഴ്സ് ഓഫ് സം വർക്കേഴ്സ് ആൻഡ് ദർ ടൂൾസ്, മാച്ച് ദം വിത്ത് ദർ ടൂൾസ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് വർക്കേഴ്സ് അല്ലേ, കുറച്ച് ജോലിക്കാരുടെയും അതുപോലെ തന്നെ അവരുടെ ടൂൾസും ഇല്ലേ, അവർ ജോലി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടൂൾസും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഓരോ വർക്കേഴ്സിനെയും നോക്കിയിട്ട് അവർക്ക് പറ്റിയിട്ടുള്ള ടൂൾ ഏതാ എന്ന് കണ്ടെത്തിയിട്ട് അതിലോട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ഫസ്റ്റ് വൺ ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഒരു ബാർബർ ആണെന്ന് തോന്നുന്നു, ഒരു ചീർപ്പൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂൾ പിന്നെ ഏതാണ് വരിക? സിസേഴ്സ് ആണ് വരിക അല്ലേ. ഓക്കെ, ദെൻ ഇവിടെ ടെലസ്കോപ്പ് ഉണ്ട്. അത് ആരുതായിരിക്കും മക്കളെ? നമുക്കറിയാം, ഡോക്ടറാണ് വരിക. ഇനി നെക്സ്റ്റ് നോക്കിക്കാം മക്കളെ, നമ്മുടെ സ്വീപ്പറിന് ഏതാണ് വരിക? ബ്രൂമാണ് അല്ലേ, ചൂലാണ് വരിക. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മുടെ പ്ലംബർ ആണുള്ളത് അല്ലേ, അത് ഇവിടോട്ട് വരും, ഇതിലോട്ട് വരും. ദെൻ പെയിൻറ്റ് ചെയ്യുന്ന ആളാണ് അല്ലേ, അപ്പോൾ അതിലേക്ക് വരും, ബ്രഷിലോട്ട് വരും. ദെൻ നമ്മുടെ കാർപ്പൻ്റർ അല്ലേ, അത് ഇതിലോട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ഇത്തരത്തിലൊരു പ്രവർത്തനം വരുന്ന സമയത്ത് ചെയ്യേണ്ടത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മക്കൾക്ക് എക്സാമിന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ഓരോ ജോബ്സിൻ്റെ പേര് മനസ്സിലാക്കി വെക്കുക, അതുപോലെ തന്നെ അവരുടെ യൂസ് ചെയ്യുന്ന ടൂൾസിൻ്റെ പേരും മകൾ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. മേക്ക് ആൻ ആൽബം യൂസിങ് പിക്ചേഴ്സ് ഓഫ് ജോബ്സ് ആൻഡ് ടൂൾസ് അല്ലേ. മക്കളെടുത്ത് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ജോബ്സ് അല്ലേ, ജോലികളും അതുപോലെ തന്നെ അവരുടെ ടൂളും വെച്ചിട്ട് നിങ്ങളടുത്തൊരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്യുക, നോട്ട്ബുക്കിൽ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറുടെ പിക്ചർ ഒട്ടിക്കുക, അല്ലെങ്കിൽ നേഴ്സിൻ്റെ പിക്ചർ ഒട്ടിക്കുക. അവരുടെ ടൂൾ ഏതാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ, ടെലസ്കോപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു പിക്ചർ ഒട്ടിക്കുക. അങ്ങനെയാണ് മക്കൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് അവിടെ ഒരു കോളം തന്നിട്ടുണ്ട്, ജോബ്സ് അതുപോലെ തന്നെ ടൂൾസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ, നമ്മളിപ്പം പറഞ്ഞു. അതുപോലെ മിസ് എന്ത് ചെയ്യും? അവിടെ കുറച്ച് ജോബ്സും അതിൻ്റെ ടൂൾസൊക്കെ മിസ് അവിടെ കൊടുക്കുക. മക്കൾക്ക് കിട്ടാവുന്ന അത്രയും പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു ആൽബം തയ്യാറാക്കുക കേട്ടോ. നോക്കിക്കേ മക്കളെ, ടൈലറാണ് നമ്മൾ പറഞ്ഞു അല്ലേ, ടൈലറിങ് മെഷീനാണ്. ദെൻ ടീച്ചർ അല്ലേ, ബുക്ക് അതുപോലെ തന്നെ ബോർഡ്, ചോക്കൊക്കെ നമുക്ക് അവിടെ പറയാം. ദെൻ സ്വീപ്പർ ബ്രൂമാണ് അല്ലേ, ചൂലാണ്. പെയിൻറ്റർ പെയിൻറ്റിങ് ബ്രഷാണ്. ഫാർമർ നമ്മൾ പറഞ്ഞു, പ്ലോ പറഞ്ഞു അല്ലേ. ദെൻ ഡ്രൈവർ വെഹിക്കിളാണ്. എൻജിനീയർ ആകുമ്പം കമ്പ്യൂട്ടറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മക്കൾക്ക് കിട്ടാവുന്ന പിക്ചേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് യൂസ് ചെയ്തുകൊണ്ടൊരു ആൽബം തയ്യാറാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ, ഫിൽ ഇൻ ദി ഫോളോയിങ് ടേബിൾ ആണ് അല്ലേ. ഫിൽ ദി ഫോളോയിങ് ടേബിൾസ്. അവിടെ നിങ്ങൾക്ക് 2 കോളായിട്ട് തന്നിട്ടുണ്ട്. ഒരു കോളത്തിൽ എന്താണ്? നിങ്ങൾക്ക് ജോബ്സ് കാണാം അല്ലേ, തൊഴിലുകൾ കാണാം. ഒരു കോളത്തിൽ വാട്ട് ഡു ദേ ഡു, അതായത് അവർ ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഡോക്ടറാണ് അല്ലേ. എന്താണ് മക്കളെ ഡോക്ടറുടെ ജോബ്? എന്താണ്? ട്രീറ്റ്സ് ദി പേഷ്യൻ്റ് അല്ലേ, പേഷ്യൻസിനെയൊക്കെ പരിശോധിക്കുക എന്നാണ് ആരുടെ ജോലി? നമ്മുടെ ഡോക്ടർ ചെയ്യുന്ന ജോലി അല്ലേ. അതുപോലെ തന്നെ ടീച്ചർ, പെയിൻറ്റർ, സ്വീപ്പർ അല്ലേ, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയിട്ട് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം നോക്കിക്കേ. ഡോക്ടറുടെ നമ്മൾ അവിടെ എഴുതി. ടീച്ചറുടെ എന്താണ്? ടീച്ചേഴ്സ് സ്റ്റുഡൻസ് അല്ലേ. എന്താണ്? ടീച്ചർ എന്ത് ചെയ്യും? കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുക. പെയിൻറ്റർ എന്താണ് ചെയ്യുക? പെയിൻറ്റ്സ് വാൾ അല്ലേ, ചുമരൊക്കെ എന്ത് ചെയ്യും? പെയിൻറ്റ് അടിക്കും. സ്വീപ്പർ എന്ത് ചെയ്യും? സ്വീപ്പ് ദി ഫ്ലോർ അല്ലേ, ഫ്ലോറൊക്കെ തറയൊക്കെ എന്ത് ചെയ്യും? അടിച്ച് വൃത്തിയാക്കുകയാണ് സ്വീപ്പർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് അതൊന്ന് അവിടെ ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം അല്ലേ. ആക്ടിവിറ്റി 3, റൈറ്റ് ദി റൈം ലൈക്ക് ദി വൺസ് ഗിവൺ ബിലോ. ഒരു റൈമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഒരു ടീച്ചറെ കുറിച്ചും പിന്നെ ഒരു ടൈലറെ കുറിച്ചും അതുപോലെ മക്കളുടെ അടുത്തൊന്ന് എഴുതാനാണ് പറഞ്ഞത്. നോക്കിക്കേ, ടീച്ചർ എന്താണ് പറയുന്നത്? ഐ എം എ ടീച്ചർ ഇൻ ദി ടൗൺ
All day long I teach my kids. It's my job. That's what I do. It's the job that I like to do. അതുപോലെ ടൈലർ എന്താണ് തന്നത്? I am a tailor in the town. All day long I stitch a gown. It's my job. That's വാട്ട് ഐ ഡു. ഇറ്റ്സ് ദി ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. അതുപോലെ മക്കളടുത്ത് ഏതെങ്കിലും ഒരു ജോബ് വെച്ചിട്ട് ഒരു റൈം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മിസ് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നോക്കിക്കേ. പോലീസ് എന്നുള്ള ആ ഒരു ജോബ് വെച്ചാണ് മിസ് എഴുതിയിട്ടുള്ളത്. ഐ ആം എ പോലീസ് ഇൻ ദി ടൗൺ. ഓൾ ഡേ ലോങ് ഐ ക്യാച്ച് ദി തീവ്സ്. ഇറ്റ്സ് മൈ ജോബ്. ദാറ്റ്സ് വാട്ട് ഐ ഡു. ഇറ്റ്സ് ദി ജോബ് ഐ ലൈക്ക് ടു ഡു. എന്താണ് മക്കളെ തീവ്സ് എന്ന് പറഞ്ഞാൽ? കള്ളനാണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം? അതേ രീതിയിൽ നമ്മൾ ജസ്റ്റ് അവിടെ ആ ഒരു ജോബിൻ്റെ പേര് മാറ്റി കൊടുക്കുക, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യം ഒന്ന് മാറ്റി കൊടുക്കുക. ബാക്കിയെല്ലാം എന്താണ്? സെയിം ലൈനാണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാച്ച് ദി വേർഡ്സ്, മേക്ക് പെയേഴ്സ്. അവിടെ നമുക്ക് ജോബ്സ് അതുപോലെ തന്നെ വെഹിക്കിൾസ് അല്ലേ, ഓരോ ജോബും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെഹിക്കിൾ ഏതാണെന്ന് തന്നിട്ടുണ്ട്. മക്കൾ ഓരോ ജോബും വായിച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത വെഹിക്കിൾ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിലോട്ട് മാച്ച് ചെയ്യാനാണ്. ആദ്യം ജസ്റ്റ് നമുക്ക് വായിക്കാം. ജോബ്സ് ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ബോട്ട്മാൻ, ഡ്രൈവർ, പൈലറ്റ്, ലോക്കോ പൈലറ്റ്, ക്യാപ്റ്റൻ അല്ലേ. വെഹിക്കിൾസ് ഷിപ്പ്, ബോട്ട്, ട്രെയിന്, ബസ്, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്. എങ്ങനെയാണ് മക്കളെ നമ്മൾ മാച്ച് ചെയ്യുക? ഇവിടെ നോക്കിക്കേ. ബോട്ട്മാൻ എന്തിലോട്ട് വരൂല്ലേ? ബോട്ടിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. ബോട്ട്മാന് ബോട്ടിലോട്ട്. ദെൻ ഡ്രൈവർ അല്ലേ, നമുക്ക് എന്തിലേക്ക് വെക്കാം? ബസ് വെക്കാം. ദെൻ പൈലറ്റ് നമുക്ക് എയർക്രാഫ്റ്റിൽ വെക്കാം. ലോക്കോ പൈലറ്റ് നമുക്ക് എവിടെ വെക്കാം അല്ലേ? ട്രെയിൻ വെക്കാം. അതുപോലെ ക്യാപ്റ്റൻ എവിടെയാണ്? ഷിപ്പിലാണ് ഉള്ളത് അല്ലേ. മക്കൾ അതനുസരിച്ച് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് ഭാഗത്തോട്ട് നമുക്ക് പോകാം. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്, ഡ്രോ ആൻഡ് സ്പീക്ക്. നോക്കിക്കേ മക്കളെ, അവിടെ കുറച്ച് ടൂൾസ് അല്ലേ, കുറച്ച് ടൂൾസിൻ്റെ പേരുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് അവ ഓരോന്നും എന്താണ് സംസാരിക്കുക അല്ലെങ്കിൽ എന്താണ് അവ പറയുക എന്നുള്ളത് മക്കൾ അവിടെ എഴുതണം. ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ടെലസ്കോപ്പ് എന്താണ് പറയുന്നത്? ഐ ക്യാൻ ടെസ്റ്റ് യുവർ ഹാർട്ട് ബീറ്റ് അല്ലേ. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ ബ്രൂം അല്ലേ, ചൂലിൻ്റെതും പെയിൻറ്റിങ് ബ്രഷിൻ്റെതുമാണ് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പർപ്പസ് എന്താ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. നോക്കിക്കേ മക്കളെ, നമുക്ക് ബ്രൂമിൻ്റെത് എന്ത് എഴുതാം? ഐ ക്യാൻ ക്ലീൻ ദി ഫ്ലോർ അല്ലേ. ഐ ക്യാൻ ക്ലീൻ ദി ഫ്ലോർ എന്നുള്ളത് എഴുതാം. അതുപോലെ പെയിൻറ്റിങ് ബ്രഷ് നമുക്ക് എന്ത് എഴുതാം? ഐ ക്യാൻ പെയിൻറ്റ് യുവർ വാൾ എന്നുള്ളത് ചെയ്താൽ അല്ലേ. അങ്ങനെ മക്കൾക്ക് പറ്റാവുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് മക്കളത് മാറ്റുക കേട്ടോ. ഓക്കെ മക്കളെ, വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഇനി ആക്ടിവിറ്റി 6 നോക്കിക്കേ. ദ ഫാർമർ നരേറ്റഡ് ദി വോൾ സ്റ്റോറി ടു ദി കിങ്. കംപ്ലീറ്റ് ഇറ്റ്. നമ്മുടെ ഫാർമർ എന്ത് ചെയ്യാണ്? എല്ലാ സ്റ്റോറിയും ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? കിങ്ങിനെ പറഞ്ഞു കൊടുക്കുകയാണല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ സ്റ്റോറിയുടെ തുടക്കം തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഫാർമർ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആരെടുത്ത് പറയാണ്? കിങ്ങിനടുത്ത് പറയാണ് അല്ലേ. അപ്പം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഐ എം എ ഫാർമർ. ഞാനൊരു ഫാർമറാണ് അല്ലേ. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്സ് ഐ ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ അല്ലേ. അതായത് എൻ്റെ ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷം, കഠിനാധ്വാനത്തിന് ശേഷം ഐ ഏൺഡ്, ഞാൻ സമ്പാദിച്ചു എന്ത്? ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ അല്ലേ. ഒരു ഗോൾഡ് കോയിൻ വാങ്ങാൻ അത്രയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സമ്പാദിച്ചു അല്ലേ. പിന്നീട് എന്താണുള്ളത് എന്നുള്ളത് മക്കളെടുത്ത് ആ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, നമുക്ക് എന്ത് എഴുതാം? നോക്കിക്കേ. ഫൈനലി I bought a gold coin. I kept it in your palace because I thought that it was the safest place to hide the coin. One day, my wife wanted to see the carnival. It was the only one wish she ever asked me. So, I came to the palace to take back my gold coin. എന്താണ് മക്കളെ? നമ്മുടെ ഫാർമർ പറയാണ്, ഫൈനലി ഐ ബോട്ട് എ ഗോൾഡ് കോയിൻ. ഞാൻ അവസാനം എന്ത് ചെയ്തു? ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷം കുറച്ചൊക്കെ പണം സമ്പാദിച്ച് ഞാൻ എന്ത് ചെയ്തു? അവസാനം ഒരു ഗോൾഡ് കോയിൻ വാങ്ങി. ഐ കെപ്റ്റ് ഇറ്റ് ഇൻ യുവർ പാലസ് വാൾ. ഞാൻ അത് എവിടെ സൂക്ഷിച്ചു? നിങ്ങളുടെ പാലസിൻ്റെ വാളിൽ, അതായത് പാലസിൻ്റെ കൊട്ടാരത്തിൻ്റെ വാളിൽ, മതിലിൽ എന്ത് ചെയ്തു?
അത് സൂക്ഷിച്ചു വെച്ചു. ബിക്കോസ് ഐ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദി സേഫസ്റ്റ് പ്ലേസ് ടു ഹൈഡ് ദി കോയിൻ. അല്ലേ, കാര്യം എന്താണ്, ഞാൻ അവിടെ അത് വെക്കാനുള്ള കാരണം എന്താണ്? ഞാൻ എന്ത് വിചാരിച്ചു, അതാണ് ഈ ഒരു കോയിൻ ഒളിപ്പിച്ച് വെക്കാൻ പറ്റിയ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് അതാണ് എന്ന് ഓർത്തിട്ടാണ് ഞാനത് എന്ത് ചെയ്തത്, അവിടെ സൂക്ഷിച്ച് വെച്ചത്. വൺ ഡേ മൈ വൈഫ് വാണ്ടഡ് ടു സീ ദി കാർണിവൽ. അല്ലേ, ഒരു ദിവസം എൻ്റെ വൈഫ് എന്ത് പറഞ്ഞു, അവൾക്ക് കാർണിവൽ കാണണം എന്നുള്ള കാര്യം പറഞ്ഞു. ഇറ്റ് വാസ് ദി ഓൺലി വൺ വിഷ് ഷീ എവർ ആസ്ക്ഡ് മീ. അല്ലേ, അതായത് അവർ ചോദിച്ചിട്ടുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു ആഗ്രഹമായിരുന്നു അല്ലേ, കാർണിവൽ കാണണം എന്നുള്ളത്. സോ ഐ കെയിം ടു ദി പാലസ് ടു ടേക്ക് ബാക്ക് മൈ ഗോൾഡ് കോയിൻ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പാലസിലോട്ട് വന്നത്. അല്ലേ, ആ ഒരു ഗോൾഡ് കോയിൻ തിരിച്ചെടുക്കാനായിട്ട് പാലസിലോട്ട് വന്നത് എന്നുള്ളത് ആര് പറഞ്ഞു, നമ്മുടെ ഫാർമർ കിങ്ങിൻ്റെ അടുത്ത് ആ ഒരു സ്റ്റോറി മുഴുവനായിട്ട് പറഞ്ഞു കൊടുത്തു. അല്ലേ, അപ്പം ആ ഒരു രീതിയിലാണ് മക്കൾ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി 7 ആണ് കേട്ടോ, 7ാമത്തെ പ്രവർത്തനമാണ്. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ് ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി. ഹിസ് വൈഫ് സെഡ്. ദ ഫാമർ ലെഫ്റ്റ് ദി ഹൗസ് വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്. വാട്ട് മേ ബി ഹിസ് തോട്ട്, റൈറ്റ് ഡൗൺ. അതായത് നമ്മുടെ ഒരു ദിവസം നമ്മുടെ ഫാർമർ അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ, എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ലൈക്ക് എ ഹോഴ്സ്. അല്ലേ, ഒരു കുതിരയെ പോലെ എന്ത് ചെയ്യാറുണ്ട്, വർക്കിലെ ജോലി ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളുടെ പോക്കറ്റ് എപ്പോഴും എന്താണ്, എംപ്റ്റി ആയിട്ട് ഇരിക്കുകയാണല്ലേ, അതായത് എപ്പോഴും അത് കാലിയായിട്ട് ഇരിക്കുകയാണ്. അല്ലേ, അത് കേട്ട സമയത്ത് നമ്മുടെ ഫാർമർ എന്ത് ചെയ്തു, ഒരു വാക്ക് ഒന്നും ഉച്ചരിക്കാതെ, അല്ലേ, ഒരു കാര്യം മറുപടി ഒന്നും പറയാതെ അദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് പോവാണ് ചെയ്തത്. അല്ലേ, ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ തോട്ട് എന്തായിരിക്കും എന്നതാണ് മക്കളുടെ അടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലേ, ഓക്കെ മക്കളെ, അദ്ദേഹം എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും നോക്കിക്കേ. ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് മൈ വൈഫ് ഈസ് ടെല്ലിങ് മീ എ വിഷ്. നോയിങ് മൈ ഡിഫിക്കൽട്ടീസ് ടിൽ നൗ മൈ വൈഫ് ഹാസ് never told me any her wish. How can I take her to the carnival? Yes, I have to bring back that gold coin. There is no use in keeping it there anymore. It is better to sell the coin and take her to the carnival. എന്താണ് മക്കളെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, എപ്പോഴായിരുന്നു നമ്മുടെ വൈഫ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ എപ്പോഴും ഒരു കുതിരയെ പോലെ ജോലി ചെയ്യും, പക്ഷെ നിങ്ങളുടെ പോക്കറ്റ് എപ്പോഴും എംപ്റ്റി ആയിരിക്കും എന്നുള്ളത് ഏത് സിറ്റുവേഷനിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു കാർണിവലിന് പോകാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ആ ഒരു ടൈമിലായിരുന്നു. അല്ലേ, അപ്പോൾ അദ്ദേഹം എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇത് എൻ്റെ ലൈഫിൽ ഇതൊരു ഫസ്റ്റ് ടൈം ആണല്ലേ, കാര്യം എന്താണ്, എൻ്റെ വൈഫ് എന്നോടൊരു ആഗ്രഹം പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ടൈമാണ്. അല്ലേ, അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യണം, അവളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും മക്കളെ, ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അല്ലേ, അപ്പം അദ്ദേഹം ചിന്തിക്കുകയാണ്, ഹൗ ക്യാൻ ഐ ടേക്ക് ടു ഹെർ ടു ദി കാർണിവൽ. എങ്ങനെയാണ് ഞാൻ അവളെ ആ ഒരു കാർണിവലിന് കൊണ്ടുപോവുക എന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്യാണ്, ചിന്തിക്കുകയാണ്. അല്ലേ, യെസ് ഐ ഹാവ് ടു ബ്രിങ് ബാക്ക് ദാറ്റ് ഗോൾഡ് കോയിൻ. ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു ഗോൾഡ് കോയിൻ, അല്ലേ, അതായത് കുറച്ച് മുന്നേ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാലസിൽ ഒരു ഗോൾഡ് കോയിൻ കൊണ്ടുപോയിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, അപ്പോൾ ആ ഒരു ഗോൾഡ് കോയിൻ എന്ത് ചെയ്യണം, ഞാനത് തിരിച്ചെടുക്കണം എന്നുള്ളത് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അല്ലേ, ദർ ഇസ് നോ യൂസ് ഇൻ കീപ്പിംഗ് ഇറ്റ് ദ എനി മോർ. അല്ലേ, അവിടെ ഞാൻ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചോണ്ട് അതിനെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ബെറ്റർ ടു സെൽ ദി കോയിൻ ആൻഡ് ടേക്ക് ഹെർ ടു ദി കാർണിവൽ. അല്ലേ, ഏറ്റവും നല്ലത് എന്താണ്, അത് തിരിച്ചെടുത്തിട്ട് അവളെ ആ ഒരു കാർണിവലിന് കൊണ്ടുപോവാണ് ഏറ്റവും വലിയ കാര്യം. അല്ലേ, ഏറ്റവും നല്ല കാര്യം എന്നുള്ളതും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും മക്കളെ, ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അല്ലേ, അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ മക്കൾക്ക് അദ്ദേഹത്തിൻ്റെ തോട്ട് എഴുതാവുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. അല്ലേ, ആക്ടിവിറ്റി 8 ആണ്. നോക്കിക്കേ, 8ാമത്തെ ആക്ടിവിറ്റി നമുക്കൊരു കോൺവെർസേഷൻ ആണ്. ദ ഗാർഡ്സ് ടുക്ക് ദി ഫാർമർ ടു ദി കിങ്. വാട്ട് വുഡ് ബി ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി കിങ് ആൻഡ് ദി ഫാർമർ. അതായത് നമ്മുടെ ഗാർഡ്സ് ഫാർമറിനെ എവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മക്കളെ, നമ്മുടെ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അല്ലേ, ആ സമയത്ത് വാട്ട് വുഡ് ബി ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി കിങ് ആൻഡ് ദി ഫാർമർ. ആ സമയത്ത് നമ്മുടെ രാജാവും അതുപോലെ തന്നെ ഫാർമറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കാം എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കിങ് ചോദിക്കുന്നുണ്ട്, ഹൂ ആർ യു. അല്ലേ, നീ ആരാണ് എന്ന് ആദ്യം തന്നെ ആര് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കിങ് ഫാർമർ അടുത്ത് ചോദിക്കുന്നുണ്ട്. അല്ലേ,
അപ്പം അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഐ എം എ ഫാമർ. എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഐ എം എ ഫാർമർ അല്ലേ, ഞാനൊരു ഫാർമറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം കിങ് എന്ത് ചോദിക്കും മക്കളെ? വൈ യു കം ടു ദി പാലസ്? നീ എന്തിനാണ് കൊട്ടാരത്തിലോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ഫാർമർ എന്ത് പറയും? ഐ ക്യാപ്റ്റ് മൈ ഗോൾഡ് കോയിൻ ഇൻ ദി വാൾ, ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ ഗോൾഡ് കോയിൻ ആ ഒരു മതിലിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, എനിക്കത് എന്ത് ചെയ്യണം? തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ രാജാവ് എന്ത് ചോദിക്കും മക്കളെ? വൈ യു കെപ്റ്റ് ദി ഗോൾഡ് കോയിൻ നീ എന്തുകൊണ്ടാണ്, നീ ഇല്ലെങ്കിൽ എന്തിനാണ് അവിടെ ആ ഒരു ഗോൾഡ് കോയിൻ സൂക്ഷിച്ച് വെച്ചത് എന്ന് ചോദിക്കും അല്ലേ. അപ്പം നമ്മുടെ ഫാർമർ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും മക്കളെ? ഐ തോട്ട് ഇറ്റ് വാസ് ദി സേഫസ്റ്റ് പ്ലേസ് ടു ഹൈഡ് ഇറ്റ്. ഞാൻ എന്ത് വിചാരിച്ചിട്ടുണ്ട്? ആ ഒരു ഗോൾഡ് കോയിൻ ഒളിപ്പിച്ച് വെക്കാനായിട്ട് അല്ലേ, ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് അതാണ് എന്ന് ഞാൻ ചിന്തിച്ചു അല്ലേ. അപ്പോൾ രാജാവ് എന്ത് പറയണം? ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അത് പരിശോധിക്കാം എന്നുള്ള കാര്യം ആര് പറയാണ്? കിങ് പറയാണ് അല്ലേ. വേണമെങ്കിൽ കൂട്ടുകാർക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ കുറച്ച് ആക്ടിവിറ്റീസ് കൂടി ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും മക്കളെ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അതോടുകൂടിയിട്ട് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അവസാനിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് മുതലുള്ള നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. നമ്മുടെ ഫസ്റ്റ് മുതലുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ എക്സാം സ്പെഷ്യൽ ബാച്ചാണ് നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ആദ്യം മുതലുള്ള ഇംഗ്ലീഷിലെ പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകളിലൂടെ കിട്ടും. ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.